ഇന്ന് ലോകത്തിലെല്ലായിടത്തും അനേകം ആളുകൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നു. ഓരോ ദിവസവും ധാരാളം ആളുകൾ ക്രിസ്തുവിനെ രക്ഷകനായി, ഗുരുവായി, നേതാവായി മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയായാൽ തല്ല്, പീഡനങ്ങൾ, അവഗണന, ജയിൽവാസം, ഒരുപക്ഷെ മരണം വരെ ഉണ്ടാകും എന്നറിഞ്ഞിട്ടും അത് വകവെക്കാതെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ധാരാളം ആളുകൾ വരുന്നു. എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാമോ? യഥാർത്ഥ കാരണം പറയട്ടെ, ദൈവം അവരെ ആകർഷിച്ചതിനാലാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ദൈവികമാണ്. എന്നാൽ മാനുഷികമായി മറ്റു പല കാരണങ്ങളുമുണ്ട്. യഥാർത്ഥ ക്രിസ്തു വിശ്വാസത്തിൽ ജാതി ചിന്തയില്ല, ഉയർന്നവനും താഴ്ന്നവനുമില്ല, പണക്കാരനും പാവപ്പെട്ടവനുമില്ല, വലിയവനും ചെറിയവനുമില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, സഹായിക്കുന്നു, പങ്കിടുന്നു, കരുതുന്നു, സംരക്ഷിക്കുന്നു, സമാധാനമായും സന്തോഷമായും സ്വസ്ഥമായും ജീവിക്കുന്നു. അവർക്ക് പള്ളി വേണ്ട, പൂജിക്കാൻ വിഗ്രഹങ്ങൾ വേണ്ട, അവർ എവിടെ കൂടുന്നു അവിടെ ദൈവം വസിക്കുന്നു എന്ന് വിശ്വസിച്ച് കൂടി വരുന്നിടത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഈ കോപ്രായങ്ങൾ, വിഭാഗീയത, വിഗ്രഹാരാധന എല്ലാം എന്താണെന്ന് പറയാം. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് ഒരടിമയോ ഉടമയോ ഒരു ജാതിയോ ഒരു അന്ധവിശ്വാസിയോ ഒക്കെ ആയിരുന്നു. ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും വിവരക്കേടുകളിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയുള്ള സ്വഭാവങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാതിരുന്നതിൻ്റെ പരിണിത ഫലമാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഈ ക്രമക്കേടുകൾക്കും അരാജകത്വത്തിനും കാരണം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പഴയ അപകർഷതാബോധം, പഴയ ഞാനെന്ന ഭാവം, ഇതൊന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്കില്ല. അവിടെ എല്ലാവരും സമന്മാരാണ്. അവിടെ എല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. അവിടെ ദിവ്യ സ്നേഹമുണ്ട്, കരുതലുണ്ട്, സംരക്ഷണമുണ്ട്, അംഗീകാരമുണ്ട്. ഇതിലധികമായി ഒരു മനുഷ്യന് എന്താണ് വേണ്ടത്? കുഷ്ഠരോഗിക്കും, രക്തസ്രവക്കാരിക്കും, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്കും, കുരിശിൽ കിടന്ന തീവ്രവാദിയായ കള്ളനും, പണ്ഡിതനായ നിക്കോദേമസിനും, പണക്കാരനായ അരിമത്തിയിലെ യോസഫിനും, ശമരിയ സ്ത്രീക്കും ഒരുപോലെ മാനസാന്തരപ്പെട്ട് അവരുടെ പാപഭാരം ഇറക്കി വെച്ച് ആശ്വസിക്കാനുള്ള ഒരു ഇടമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ കൂട്ടം. അവിടെ എല്ലാവരും ക്രിസ്തുവിൽ സഹോദരങ്ങൾ. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും എല്ലാം അവിടെയുണ്ട്. അധകൃതനായ ഒരാൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെയല്ലേ? യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മ കാണുമ്പോൾ ആരും കൊതിച്ചു പോകും ആ കൂട്ടായ്മയിലേക്ക് ഒന്ന് ഓടി അണയാൻ, ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ.